ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ സ്കൈ എങ്ങനെ റീപ്ലേസ് ചെയ്യും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവാം. ഈ ഒരു ഫോട്ടോയാണ് ഞാനിന്ന് എഡിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോയുടെ സ്കൈ റീപ്ലേസ് ചെയ്ത് അവിടെ വേറൊരു ഇമേജ് കൊണ്ടുവയ്ക്കുന്നു. ആദ്യമായി അതിന് ഞാൻ ഈ ഒരു ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിന് Ctrl+J. ഇനി ബാക്ക്ഗ്രൗണ്ട് ലെയർ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ ബോക്സ് വരും. അതിലിവിടെ നിന്ന് ബ്ലെൻഡ് ഫിൽ നിന്ന് ഞാൻ ബ്ലൂ ചാനൽ സെലക്ട് ചെയ്യുന്നു. നമുക്ക് സ്കൈ ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. സ്കൈയുടെ നിറം ബ്ലൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്ലൂ ചാനൽ സെലക്ട് ചെയ്തത്. അതിന് തൊട്ട് താഴെയുള്ള ദിസ് ലെയർ എന്നൊരു ബാറുണ്ട്. അതിൽ നിന്ന് ഈ ഒരു നോബ് ഞാൻ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, ആ സ്കൈ റീപ്ലേസ് ആയി. ഇനി നമുക്ക് ഇതാ ഈ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷൻ നമുക്കൊന്ന് സൂം ചെയ്യാം. അതിനെ കൺട്രോൾ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ഇവിടെ കുറച്ച് കറക്റ്റായിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഒരു നോബ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതിന് അൾട്ട് അമർത്തി പിടിച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കുറച്ച് ഞാൻ റൈറ്റിലേക്ക് നീക്കുന്നു, ഇത് കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കുന്നു. കണ്ടോ, അത് കറക്റ്റായി, ഏകദേശം കറക്റ്റായി. ഓക്കെ കൊടുത്തു. കണ്ടോ, ഇപ്പോൾ സ്കൈ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ആയി. ഇവിടെ കുറച്ചൊരു ബ്ലൂ ടിൻറ്റ് കാണുന്നുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഇറേസർ ടൂൾ എടുക്കുക. ഇറേസർ ടൂൾ എടുത്തിട്ട് ഒന്ന് സൈസ് കൂട്ടുക. ആ ഭാഗം ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞു. കണ്ടോ, ഇറേസ് ചെയ്ത് കളഞ്ഞു. ഇത് ഇവിടെ ഗ്രൗണ്ട് പോർഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പോയി, അതും റീപ്ലേസ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് അത് റിക്കവർ ചെയ്യാം. ഇനി നമുക്ക് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്കൈയുടെ ഇമേജ് ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യണം. ഈ ഒരു സ്കൈയുടെ ഇമേജ് ഡ്രാഗ് ചെയ്ത് അതെവിടെ ഇടുന്നു. ഒന്ന് സൈസ് കൂട്ടുകയാണ്. ഓക്കെ. ഇനി ഈ ഒരു സ്കൈ ലെയർ ഞാൻ ഇതിൻ്റെ താഴേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. കണ്ടോ, അപ്പോഴത്തേക്കും ആ സ്കൈ റീപ്ലേസ് ചെയ്ത് വന്നു. പക്ഷേ ഇത് ഈ ഒരു ഗ്രൗണ്ട് പോർഷൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, പഴയ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയില്ല. ആ ഡീറ്റെയിൽസ് പോയി. അത് നമുക്കിനി റിക്കവർ ചെയ്ത് കൊണ്ടുവരാം. അതിനുവേണ്ടി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുന്നു. Ctrl+J. ഈ ഒരു ഐ ഓപ്പൺ ചെയ്ത് ഇതിന് മുകളിലിടുന്നു. ഇനി ഇതിനെ നമുക്ക് മാസ്ക് ചെയ്യണം. അത് ഞാൻ ഇൻവേർട്ട് മാസ്കാണ് ചെയ്യുന്നത്. അൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ഈ ഒരു മാസ്കിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മാസ്ക് ഇൻവേർട്ടഡായി. ഇനി നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് പോർഷൻ റിക്കവറി ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ബ്രഷ് ടൂൾ എടുക്കുന്നു. ബ്രഷ് ടൂൾ എടുത്തു. ഇത് വൈറ്റ് സെലക്ട് ചെയ്യുന്നു. ഒപ്പാസിറ്റി 100 വയ്ക്കുക. ഫ്ലോയിങ് 100 കൊടുക്കുക. ബ്രഷിൻ്റെ സൈസ് ഒന്ന് വലുതാക്കുന്നു. ഈ ഗ്രൗണ്ട് പോർഷൻ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ ഒറിജിനലായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ടിൻ്റെ ടെക്സ്ചർ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റി. ഓക്കെ. ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് കണ്ടോ, ഈ എഡ്ജൊക്കെ കറക്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ. ഇത് ഒരു സൺസെറ്റിൻ്റെ സ്കൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് പോർഷൻ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആവണം. അതിന് ഞാൻ ഈ ഒരു ഗ്രൗണ്ട് പോർഷൻ, ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ലാസോ ടൂൾ ഉപയോഗിച്ച് ഈ ഗ്രൗണ്ട് പോർഷൻ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തി ഫെദർ ചെയ്യുന്നു. ഫെദർ ഒരു 150% ഞാൻ ഫെദർ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം Ctrl+M അമർത്തുന്നു.
ഇത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് എക്സ്പോഷറാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ലൈറ്റ് കൂടുതൽ വരും. അങ്ങനെ കുറച്ച് ഡാർക്കനാക്കാൻ വേണ്ടി താഴേക്ക് ആ ഒരു കർവിനെ ഞാൻ വലിക്കുന്നു. ഓക്കെ കൊടുക്കുക. കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ ഡീസെലക്ട്. ഞാൻ ഈ എഡിറ്റ് ചെയ്ത 3 ലെയറും കൂടി ഗ്രൂപ്പാക്കുന്നു. ഇത് ഗ്രൂപ്പാക്കി. ഇത് ഒറിജിനൽ ഇമേജ്. ഇത് ഇപ്പോൾ ഞാൻ സ്കൈ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഇമേജ്. ഈ സ്കൈ റീപ്ലേസ് ചെയ്യുന്ന ടെക്നിക്ക് വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആക്യുറേറ്റായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ ലൂമിനാർ എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൈ എങ്ങനെ ഈസി ആയിട്ട് നമ്മൾ ഈ ഫോട്ടോഷോപ്പിൽ ചെയ്തതിനെക്കാട്ട് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സുകൾക്കും നന്ദി.